Hello friends, Technique Malayalam channel സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Oppo F5 ഒരു ലിമിറ്റഡ് എഡിഷൻ വേരിയൻ്റ് ആണ്. ഡാഷിംഗ് ബ്ലൂ ആണ് ഇതിൻ്റെ പേര്. അപ്പോൾ Oppo F5 കഴിഞ്ഞ വർഷം ഇറങ്ങിയ സ്മാർട്ട് ഫോണാണ്. നവംബർ 2017 Oppo F5 ഇന്ത്യയിൽ ഇറങ്ങിയത്. 19,990 ആയിരുന്നു ഇതിൻ്റെ പ്രൈസിങ്. ഇപ്പോൾ Oppo F5 പുതിയ വേരിയൻ്റ് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ കളർ മാത്രമേ മാറ്റുള്ളൂ, ബാക്കിയെല്ലാം തന്നെ സെയിം ആണ്. Oppo F5 സെയിം ആണ്. അപ്പോൾ ഇതൊരു ലിമിറ്റഡ് എഡിഷൻ ബ്ലൂ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ പേര് ഡാഷിംഗ് ബ്ലൂ എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് പാക്ക്. ഇത് ഇന്ത്യൻ ബോക്സ് പാക്ക് അല്ല നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇത് വേറെ വിയറ്റ്നാം എന്നുള്ള ബോക്സ് പാക്കാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ബോക്സ് പാക്ക് എങ്ങനെയിരിക്കും നമുക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് 6 ഇഞ്ച് ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 16 മെഗാ പിക്സൽ റിയർ ക്യാമറയാണ്, 20 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ്. പിന്നെ വരുന്നത് ഹീലിയോ P25 ഒക്ടാ കോർ ചിപ്പ്, ഹീലിയോ P23 ഒക്ടാ കോർ ചിപ്പ് സെറ്റാണ് വരുന്നത്. 4GB റാമും 32GB സ്റ്റോറേജും ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് സെൽഫി ക്യാമറയാണ് ഇമ്പോർട്ടൻ്റ്. അതായത് 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ. പിന്നെ 3200 mAh ബാറ്ററീൻ്റെ ആൻഡ്രോയിഡ് നൂഗഡ് ഔട്ട് ദ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് ബോക്സിൽ വരുന്ന ഇത്. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം Oppo F5 ബ്ലൂ വേരിയൻ്റ് ആണ്. ഇത് ഡാഷിംഗ് ബ്ലൂ എന്നാണ് കളറിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതാണ് ഡാഷിംഗ് ബ്ലൂ. ഇത് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്ലൂ കളറാണ് വരുന്നത്. നല്ലൊരു ഗ്ലോസി ഫിനിഷാണ് വരുന്നത്. അപ്പോൾ റിയർ പാനലിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സൽ ക്യാമറ, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഓപ്പോ ബ്രാൻഡിങ്ങും ഉണ്ട്. പിന്നെ വരുന്നത് 6 ഇഞ്ച് ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. പവർ കീ റൈറ്റ് സൈഡിലും സിം ട്രേ ഉണ്ട് റൈറ്റ് സൈഡിൽ. പിന്നെ വരുന്നത് താഴത്തെ പാനലിലാണെങ്കിൽ മൈക്രോ USB ചാർജിങ് സ്ലോട്ട്, സ്പീക്കർ യൂണിറ്റും 3.5mm ഓഡി ജാക്കുമാണ്. മുകൾ ഭാഗത്ത് നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ മാത്രമേ ഉള്ളൂ. പിന്നെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ വോളിയം കീസുമാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, നല്ല ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിവൈസിലേക്ക് വരാം. അതിന് മുമ്പ് ബാക്കി എന്തൊക്കെ വരുന്നു നോക്കാം. അപ്പോൾ ഈ ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഒരു സിം ഇജക്റ്റ് പിന്ന് കാണാം. പിന്നെ ഇതിനകത്ത് വരുന്നത് നല്ലൊരു ക്വാളിറ്റി കേസാണ് വരുന്നത്. നല്ലൊരു റബ്ബർ കേസാണ്, നല്ലൊരു ഫിനിഷും നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറയാവുന്നതാണ്. സാധാരണ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സിലിക്കോൺ കേസ് മാതിരിയല്ല ഇത്, നല്ല ക്വാളിറ്റി കേസാണ് ഓപ്പോ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഇൻഫർമേഷൻ ഗൈഡും ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡുമാണ് വരുന്നത്. പിന്നെ വരുന്നത് ചാർജറാണ്. ഇത് 5V 2A ഒരു ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ USB കേബിളാണ്, സ്റ്റാൻഡേർഡ് മൈക്രോ USB കേബിളാണ്, ഡേറ്റ സിങ്കിങ്ങിൻ്റെ കേബിളാണ്. പിന്നെ വരുന്നത് ഒരു ഹെഡ്ഫോണാണ് വരുന്നത്, ഇയർഫോണാണ് വരുന്നത്. ഒരു ബേസിക് ക്വാളിറ്റി ഇയർഫോണാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസും നോക്കാം. അപ്പോൾ ഇതാണ് Oppo F5 ബ്ലൂ എഡീഷൻ അല്ലെങ്കിൽ ഡാഷിംഗ് ബ്ലൂ എഡീഷൻ എന്നാണ് ഇതിന് പറയുന്നത്. നമുക്ക് കാണാം നല്ലൊരു ക്വാളിറ്റി ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, ഗ്ലോസി ഫിനിഷാണ് വരുന്നത്. ഇത് ലിമിറ്റഡ് എഡീഷൻ വേരിയൻ്റ് ആണ്. അപ്പോൾ ലുക്സിൽ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഇത് തീർച്ചയായും നല്ലൊരു ഡിവൈസാണ്, നല്ല ലുക്സ് തരുന്ന ഒരു ഡിവൈസാണ്. പക്ഷേ സ്പെസിഫിക്കേഷൻ വൈസ് ഇത് അത്ര ഒരു കോമ്പറ്റേറ്റീവ് ഡിവൈസ് അല്ല. കാരണം മീഡിയടെക്കിൻ്റെ MT6763 ഹീലിയോ P23 ചിപ്സെറ്റാണ് വരുന്നത്. 20,000 ആണ് പ്രൈസിങ് വരുന്നത്. അപ്പോൾ പ്രൈസിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് കൂടിയ പ്രൈസിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 4GB റാമും 32GB സ്റ്റോറേജുമാണ്. പിന്നെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ പോലും ആൻഡ്രോയിഡ് നൂഗഡ് ആണ് കൊടുത്തിരിക്കുന്നത്. 2018 ഇറങ്ങിയ ഫോണായത് കാരണം ഓറിയോ അറ്റ്ലീസ്റ്റ് കൊടുക്കാമായിരുന്നു. പക്ഷേ ഇതിൽ നൂഗഡ് വേർഷൻ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ക്യാമറയാണ് ഇമ്പോർട്ടൻറ്റ്. ഇതിന് 16 മെഗാ പിക്സൽ റിയർ ക്യാമറയും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ Oppo F5 നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇത് സെയിം ഡിവൈസാണ്, മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല ഇതിനകത്ത്. സോഫ്റ്റ്വെയറിലോ ക്യാമറയിലോ ഒന്നും വരുന്നില്ല. ജസ്റ്റ് ഈ കളർ ഒരു പ്രത്യേക ബിൽഡ് ക്വാളിറ്റിയും ഗ്ലോസി ഫിനിഷുമാണ് ഈ കളർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡാഷിംഗ് ബ്ലൂ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇത് ഒരു ലിമിറ്റഡ് എഡീഷൻ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 19,990 ആണ്, അതായത് 20,000 രൂപ വരും. ഇത് ഓഫ്ലൈനിലും ഓൺലൈനിലും Feb 8 മുതൽ അവൈലബിൾ ആണ്. അപ്പോൾ Oppo F5 എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതൊരു നല്ല അഡീഷനാണ്. കാരണം ഗ്ലോസി ബ്ലൂ നല്ലൊരു കളർ ക്വാളിറ്റിയാണ് തരുന്നത്, നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് തരുന്നത്. അപ്പോൾ Oppo F5 റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ Oppo F5 അത്ര റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോണല്ല. കാരണം സെൽഫീസാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ Oppo F5 തീർച്ചയായും നല്ലൊരു സ്മാർട്ട് ഫോണാണ്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ Oppo F5 അത്ര ഒരു വാല്യൂ ഫോർ മണി ഡിവൈസ് അല്ല. ഇതിലും ബെറ്ററാണ് Honor 9i അല്ലെങ്കിൽ Moto G5s പ്ലസ് ഷവമീൻ്റെ Mi A1. ഇതെല്ലാം ബെറ്റർ വാല്യൂ ഫോർ മണി തരുന്ന ഡിവൈസാണ്. പക്ഷേ സെൽഫീസാണ്
നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ എങ്കിൽ ഇതൊരു കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. പിന്നെ ലുക്സ് വൈസും ബ്ലൂ കളർ നല്ലൊരു ഫീൽ തരുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഓപ്പോ F5 ബ്ലൂ എഡീഷൻ അല്ലെങ്കിൽ ഡാഷിംഗ് ബ്ലൂ എഡീഷൻ്റെ ഒരു ക്വിക്കായ ഒരു അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓണും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഉടൻ തന്നെ ഒരു മെഗാ ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഗിവ് അവേ ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.